ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ 4th ചാപ്റ്ററാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇന്ന് എക്സസൈസ് 4.3ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Find the values of k for each of the following quadratic equations so that they have two equal roots. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2x² plus kx plus 3 equal to 0. ഇവിടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. 2x² plus kx plus 3 equal to 0. Comparing equation with ax² plus bx plus c equal to 0. ax² plus bx plus c equal to 0. അതുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്കിവിടെ a equal to 2 എന്നും b equal to a എന്നും c equal to 3 എന്നും കിട്ടുന്നു. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകത the values of k for each of the following quadratic equations so that they have two equal roots. Two equal roots ആണെങ്കിൽ അവിടെ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് ഈക്വൽ റൂട്ട്സ് ആയതുകൊണ്ട് ഡിസ്ക്രിമിനന്റ് ഈസ് ഈക്വൽ ടു b² മൈനസ് 4ac ആണ്. ഇവിടെ അപ്പോൾ b² മൈനസ് 4ac ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കിവിടെ ഇതിന് വാല്യൂ കൊടുത്തു നോക്കാം. b² മൈനസ് 4ac ഈക്വൽ ടു b² എന്ന് പറയുന്നത് ഇവിടെ bk ആണ്. അപ്പോൾ k² മൈനസ് 4 ഇൻറ്റു a ഇവിടെ 2 ആണ്. 4 ഇൻറ്റു 2 ഇൻറ്റു സിയുടെ വാല്യൂ 3 ഈക്വൽ ടു k² മൈനസ് 24 എന്ന് കിട്ടും. അപ്പോൾ k² മൈനസ് 24 ഈക്വൽ ടു 0 ആണ്. കാരണം b² മൈനസ് 4ac ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് k² ഈസ് ഈക്വൽ ടു k² മൈനസ് 24 ഈക്വൽ ടു 0 ആയതുകൊണ്ട് k² ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. അപ്പോൾ k ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 24. ഇനി വേണമെങ്കിൽ 24 നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. 24നെ ഫാക്ടറൈസ് ചെയ്താൽ 2, അപ്പോൾ 12, വീണ്ടും 2, 2. അപ്പോൾ k ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇവിടെ വേറുള്ളത് 2, ഒരു 2 2ൽ നിന്ന് 2നെ നമുക്ക് എടുക്കാൻ പറ്റില്ല, ബാക്കിയുള്ള റൂട്ടിൽ തന്നെ എഴുതണം. അപ്പോൾ 2 റൂട്ട് 2 ഇൻറ്റു 3 2 റൂട്ട് 6 കെയുടെ വാല്യൂ കിട്ടി. ഇനി ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ax ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 6 ഈക്വൽ ടു 0. ax ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 6 ഈക്വൽ ടു 0. ഇത് നമുക്ക് ആദ്യം ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാം. ഈക്വൽ ടു kx ഇൻറ്റു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ kx² മൈനസ് kx ഇൻറ്റു മൈനസ് 2 അപ്പോൾ മൈനസ് 2kx പ്ലസ് 6 ഈക്വൽ ടു 0. കമ്പയർ ദി ഇക്വേഷൻ വിത്ത് ax² പ്ലസ് bx പ്ലസ് c. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇവിടെ a ഈക്വൽ ടു k എന്ന് കിട്ടുന്നു. അതുപോലെ b ഈക്വൽ ടു മൈനസ് 2k എന്നും c ഈക്വൽ ടു 6 എന്നും കിട്ടുന്നു. ഇവിടെയും കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഈക്വൽ റൂട്ട്സ് ആണ്. അതുകൊണ്ട് ഡിസ്ക്രിമിനന്റ് d ഈസ് ഈക്വൽ ടു b² മൈനസ് 4ac ഈക്വൽ ടു 0 ആയിരിക്കും. b² മൈനസ് 4ac ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഈക്വൽ ടു b² എന്ന് പറയുന്നത് മൈനസ് 2kയുടെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a എന്ന് പറയുന്നത് k ആണ്. അപ്പോൾ 4 ഇൻറ്റു k ഇൻറ്റു c എന്ന് പറയുന്നത് പ്ലസ് 6 ആണ്. ഇൻറ്റു അപ്പോൾ ഇവിടെ മൈനസ് 2kയുടെ സ്ക്വയർ, അതായത് 4k² മൈനസ് 4 ഇൻറ്റു 6 24k ഈക്വൽ ടു 0 എന്ന് കിട്ടും. k² മൈനസ് 24k ഈക്വൽ ടു 0 ആണ്. ഇവിടെ 4k² 24kയിൽ കോമൺ ആയിട്ട് നമുക്ക് 4kനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 4k പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെയുള്ളത് 4k ഇൻറ്റു 4k² നിന്ന് 4k പോയാൽ ബാക്കിയുള്ളത് k മൈനസ് 24kയിൽ നിന്നും 4k പോയാൽ ഈക്വൽ ടു 0.
അപ്പോൾ ഇവിടെ 4k ഇൻറ്റു k മൈനസ് 6 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 4k ഈക്വൽ ടു 0 or k മൈനസ് 6 ഈക്വൽ ടു 0. 4k ഈക്വൽ ടു 0 ആണെങ്കിൽ k ഈക്വൽ ടു 0/4 ഈക്വൽ ടു 0 എന്ന് തന്നെ കിട്ടുന്നു. ഓർ k മൈനസ് 6 ഈക്വൽ ടു 0 ആണെങ്കിൽ k ഈസ് ഈക്വൽ ടു ഈ മൈനസ് 6 അപ്പുറം പോകുന്നു, k ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ വാല്യൂ k ഈസ് ഈക്വൽ ടു 0 ഓർ k ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. ഇതാണ് k യുടെ രണ്ട് വാല്യൂസ്.